ഉദാഹരണമായിട്ട് MD വാസുദേവൻ നായർ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരു 1000 പേര് അദ്ദേഹത്തെ കാണാൻ വരുമായിരിക്കും. Xനും Yനും പടമില്ലാതായാൽ ഒരുത്തം തിരിഞ്ഞു നോക്കുകയില്ല. അവൻ ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാതെ, ഫൈൻ കൂട്ടിയും ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാതെ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നു. നമ്മൾ ഈ അപകർഷ ബോധം കൊണ്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് പിന്നാലെ നടക്കുന്നവരുടെ കാല് തിരുമുന്നത്. ഹോംവർക്ക് ചെയ്യുന്ന കണക്ക് ബുക്കിൽ ഒരു വലിയ ചതുരം വരച്ച് നിർമ്മാണ സംവിധാനം ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പി എഴുതി അത് നോക്കിക്കൊണ്ടിരുന്ന അവനാണ് ശ്രീകുമാരൻ തമ്പി. ഞാൻ ജീവിതമേ ജീവിതമേ സ്നേഹിപ്പൂ നിന്നെ ഞാൻ, ജീവിതമേ ജീവിതമേ. എല്ലാ ദുഃഖങ്ങൾക്കും മേലെ ഞാൻ ജീവിതത്തെ സ്നേഹിക്കുന്നു. ഇത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പുരസ്കാരമാണ്. മാറ്റ എൻ്റെ വീടാണ്. അതുകൊണ്ട് ഏതൊരു പുരസ്കാരത്തെക്കാളും മേലെയാണ് ഈ പുരസ്കാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1995 തോന്നുന്നു എനിക്ക് വന്ന ഒരു ടെലിഫോൺ കോളിൽ നിന്നാണ് മാറ്റ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ തിരിച്ചു തുടങ്ങുന്നത്. അത് മറക്കാനാവില്ല. നമ്മളെ വിട്ടുപോയ ജോൺ ബോളിൻ്റെ ശബ്ദമായിരുന്നു. അതിനു മുമ്പ് ഞാനും ജോൺ ബോളും തമ്മിൽ കാണുമ്പോഴെല്ലാം ഒരു പ്രധാന വിഷയം സംസാരിക്കുമായിരുന്നു. നമ്മളാണ് സൃഷ്ടാക്കൾ, പക്ഷേ നമ്മൾ പിന്തള്ളപ്പെടുന്നു. നമ്മളിവിടെ ആരുമല്ലാതാകുന്നു. അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന ഒരു ചിന്ത ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ക്രിയേറ്റേഴ്സ് ആൻഡ് പെർഫോമേഴ്സ് 2 വിഭാഗമുണ്ട്. ഏത് ദൃശ്യകലയ്ക്കും അത് കഥകളി ആയിക്കോട്ടെ, നാടകമായിക്കൊള്ളട്ടെ, സിനിമ ആയിക്കൊള്ളട്ടെ, ഏത് ദൃശ്യകലയ്ക്കും ക്രിയേറ്റേഴ്സുണ്ട്, പെർഫോമേഴ്സുമുണ്ട്. ഷേക്സ്പിയർ ഒഥല്ലോ എഴുതി. ഒഥല്ലോയായി അനവധി നടന്മാർ അഭിനയിച്ചു. അതിലേറ്റവും വലിയ നടൻ ലാറൻസ് ഒലീവിയർ. കാരണം ലാറൻസ് ഒലീവിയറുടെ ഒഥല്ലോയാണ് ലോകരുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. പക്ഷേ ലാറൻസ് ഒലീവിയർ ജീവിച്ചിരുന്ന കാലത്ത്, അദ്ദേഹം ഒഥല്ലോയെ അവതരിപ്പിക്കുന്ന കാലത്ത് അനവധി സുന്ദരികളും സുന്ദരന്മാരും അദ്ദേഹത്തിന് പിന്നാലെ പാഞ്ഞു കാണും. അദ്ദേഹത്തിന് മുമ്പിൽ ജനകോടികൾ വന്ന് നിന്ന് കാണും. പക്ഷേ നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത് ലാറൻസ് ഒലീവിയറിനെ അല്ല, ഷേക്സ്പിയറിനെയാണ്. അത് മറക്കരുത്. നമ്മളിന്ന് ഓർമ്മിക്കുന്നത് ഷേക്സ്പിയറിനാണ്. ആരാണ് ലാറൻസ് ഒലീവിയറിനെ ഓർമ്മിക്കുന്നത്? ഒഥല്ലോയായിട്ട് അഭിനയിച്ചു. ഒഥല്ലോയെ സൃഷ്ടിച്ച ആളിനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. പക്ഷേ എന്തു പറ്റി? ക്രിയേറ്റേഴ്സ് ആരുമല്ല, പെർഫോമേഴ്സ് മാത്രമാണ് പ്രധാനപ്പെട്ടവർ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ പരന്നു. സൃഷ്ടാവിന് മാത്രമേ പകർപ്പവകാശമുള്ളൂ, പെർഫോമർക്ക് പകർപ്പവകാശമില്ല. സോ ദ പെർഫോമർ, ഒരു പെർഫോമർ അയാൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1,00,000 പേര് 10,00,000 പേര് വന്നു വീഴും. പക്ഷേ അത് ഈ പെർഫോം ചെയ്ത ആള് എങ്ങനെയാണ് പെർഫോം ചെയ്തത്? അതിൻ്റെ സൃഷ്ടാവ് വന്നാൽ ചിലപ്പോൾ 5000 പേര് പോലും വരില്ല എന്നിരിക്കാം. ഉദാഹരണമായിട്ട് MD വാസുദേവൻ നായർ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരു 1000 പേര് അദ്ദേഹത്തെ കാണാൻ വരുമായിരിക്കും. പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. നമ്മുടെ സൂപ്പർ താരങ്ങളുടെ എക്സോ വയ്യോ വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10,000-25,000 പേര് അടിയും പിടിയും ബഹളമൊക്കെ ആവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, Xനും Yനും പടമില്ലാതായാൽ ഒരുത്തം തിരിഞ്ഞു നോക്കുകയില്ല. പക്ഷെ അപ്പോഴും MD വാസുദേവൻ നായർ വന്നാൽ ആ 5000 പേര് തിരിച്ചെടുക്കും. അതാണ് ക്രിയേറ്ററും പെർഫോമറും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളിൽ പലർക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, അപകർഷബോധം. നമ്മൾ ഈ അപകർഷബോധം കൊണ്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് പിന്നാലെ നടക്കുന്നവരുടെ കാല് തിരുമുന്നത്.
നമ്മൾ ആദ്യം അപകർഷബോധം മാറ്റണം. വി ആർ ദ ക്രിയേറ്റേഴ്സ്. നമ്മളെ സൃഷ്ടാക്കൾ, നമ്മളെ എല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ പറയുന്ന സംഭാഷണമാണ് പറയുന്നത്. ഒരു സിനിമയിൽ സൂപ്പർ സ്റ്റാർ എക്സിന് കയ്യടി കിട്ടുന്നത് MDO ലോഹിതദാസോ പറയുന്ന സംഭാഷണത്തിനായിരിക്കും, എഴുതിയ സംഭാഷണത്തിനാണ്, അല്ല അങ്ങർക്കല്ല. അത് പറയുന്നത് വിസ്മരിക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റേഴ്സ്, നമ്മൾ ക്രിയേറ്റേഴ്സാണ്, നമ്മൾ സൃഷ്ടാക്കളാണ്. നമ്മൾ പെർഫോമൻസിനെ ഉപയോഗപ്പെടുത്തുകയാണ്, മറക്കാതിരിക്കുക. ആ അഭിമാനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഒരിക്കലും നമ്മുടെ തല കുനിയാൻ പാടില്ല. എൻ്റെ തല ഒരിക്കലും കുനിച്ചിട്ടില്ല, എത്ര വലിയ പെർഫോമൻസ്. കാരണം എനിക്ക് ബോധ്യമുണ്ട്, ഐ ആം ദ ക്രിയേറ്റർ. അത് യാതൊരു സംശയമില്ല. അത് കൊണ്ട് നമ്മളുടെ സംഘടനയുടെ മഹത്വവും മൂല്യവും അതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് 84 വയസ്സ് കഴിഞ്ഞു. നിങ്ങളെനിക്ക് പുരസ്കാരം തന്നെ ആദരിച്ചു, ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ ഇതുവരെ ജീവിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് പുരസ്കാരം കിട്ടിയത്. ഞാൻ 78 വയസ്സ് മരിച്ചു വരെ ഇത് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പം യഥാർത്ഥത്തിൽ എനിക്ക് ഈ ദീർഘായുസ് തന്ന ആ കാലത്തിന്, ആ പ്രപഞ്ച ശക്തിക്കാണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം 47 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് വയലാർ അവാർഡ് കിട്ടിയത്. അതും എനിക്ക് എൻ്റെ കവിതയ്ക്ക് തന്നില്ല, ആത്മകഥയ്ക്ക് തന്നത്. അതുകൊണ്ട് പുരസ്കാരമല്ല ഒരാളിനെ വലുതാക്കുന്നത്. ഏത് കലാകാരൻ്റെയും അമൂല്യമായ ധനം അവൻ്റെ ആത്മവിശ്വാസമാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. കാരണം തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ്ങിൽ നമ്മുടെ പ്രിയപ്പെട്ട വിജയൻ, സംവിധായകൻ വിജയൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ബൈജു എല്ലാം ചേർന്ന് എന്നെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുത്തു. അത് ട്രിവാൻഡ്രത്ത് കാണിച്ചു. ഇവിടെ അത് വേറൊരു രീതിയിലാണ് ഇവിടെ നിങ്ങൾ എന്നെക്കുറിച്ചുള്ള ആ ദൃശ്യ ഭാഷ കാണിച്ചത്. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഇതിൽ വന്നിട്ടില്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. 15 വയസ്സുള്ള ഒരു പയ്യൻ ഫീസ് കൊടുക്കാത്ത, ഫൈൻ കൂട്ടിയും ഫീസ് കൊടുക്കാത്തതിന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. കണക്കിന് 100 100 മേടിക്കുന്ന പയ്യൻ, ഇംഗ്ലീഷിൽ 100ൽ 85 മേടിക്കുന്ന പയ്യൻ, അവൻ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, ഫൈൻ കൂട്ടിയും ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നു. അന്ന് രാത്രിയിൽ, അത് ഇന്നത്തെ പോലെയല്ല, സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ, അതായത് SSLCക്ക് ഒരു മാസത്തെ ട്യൂഷൻ ഫീസ് 6 രൂപയാണ്. 6 രൂപ വേണമെങ്കിൽ 4 പറ നെല്ല് വിൽക്കണം. 1.5 രൂപയാണ് ഒരു പറ നെല്ലിൻ്റെ വില. അങ്ങനെ ആ പുറത്തുനിന്ന് കരയുന്ന ആ കുട്ടിയുടെ തോളത്ത് തട്ടി അവൻ്റെ ക്ലാസ് അധ്യാപകൻ പറഞ്ഞു, നാരായണപിള്ള സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നീ ഇന്ന് കരയുന്നതിൽ വിഷമിക്കേണ്ട, നിനക്കൊരു വലിയ ഭാവിയുണ്ട്. അത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല, നീ കേരളത്തിൽ തന്നെ വലിയ ആളാണ്. എങ്ങനെയാണ് ഈ 16 വയസ്സിലേക്ക് കിടക്കുന്ന ഈ കുട്ടിയെ നോക്കിയിട്ട് ആ അധ്യാപകൻ അങ്ങനെ പറയാൻ തോന്നുന്നത്? എനിക്കിന്നും അത്ഭുതമാണ്. അന്ന് രാത്രിയിൽ കണക്ക് പുസ്തകത്തിൽ, കണക്ക് ഹോംവർക്ക് ചെയ്യുന്ന കണക്ക് ബുക്കിൽ ഒരു പേജിൽ ഒരു വലിയ ചതുരം വരച്ച് നിർമ്മാണ സംവിധാനം ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പി എന്ന് എഴുതി അതിൽ നോക്കിക്കൊണ്ടിരുന്ന അവനാണ് ആ ശ്രീകുമാരൻ ഞാൻ. ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, ഫീസ് കൊടുക്കാതെ പുറത്തിറങ്ങിയ രാത്രിയിൽ കണക്ക് ബുക്കിനകത്ത് ഒരു ചതുരം വരച്ച് സ്ഥിരമായി സിനിമ കാണും, നിർമ്മാണ സംവിധാനം ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പി. 17 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചന്ദ്രകാന്ത് പുറത്തു വന്നു. 16 വർഷം കഴിഞ്ഞപ്പോൾ, 17 വർഷം കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരോടും മക്കളോടും പറയുകയാണ്, ഒരിക്കലും നിരാശരാകരുത്, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ മുന്നോട്ടിടുന്നത്. ഒരു പെർഫോമറുടെ മുമ്പിലും ക്രിയേറ്ററായി ഞാൻ തല കുനിച്ചിട്ടില്ല, ഇനി തല കുനിക്കുകയുമില്ല, ഉറപ്പാണ്. ഐ ആം ദ ക്രിയേറ്റർ. പെർഫോമേഴ്സ് എല്ലാം നമ്മുടെ താഴെയാണ്. ആ ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. ഒരിക്കൽ കൂടി എൻ്റെ അനുജന്മാർക്ക് ഞാൻ നന്ദി പറയുന്നു, ഈ ആദരം എനിക്ക് നൽകിയതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചലച്ചിത്ര രംഗത്ത്
ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ. ആത്മവിശ്വാസം വെടിയാതിരിക്കുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഇത് രണ്ടും മതി നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തും. നന്ദി, നമസ്കാരം.